നബി തങ്ങൾ ഇങ്ങനെ കരയാണ്, തേങ്ങുന്നുണ്ട്, പൊട്ടിക്കരയുന്നുണ്ട്. എന്തിനാണ് നബിയെ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? നബിയുടെ കരച്ചിൽ കണ്ട് റബ്ബ് പറഞ്ഞയച്ചതാണ് ജിബ്രീലിനെ അലൈഹിസ്സലാം. ഞാൻ കരയുന്നത് എന്നെയോ എന്റെ മാതാപിതാക്കളെയോ എന്റെ ഭാര്യമാരെയോ കുറിച്ച് ആശങ്കപ്പെട്ടിട്ടല്ല, ഞാൻ എന്റെ ഉമ്മത്തിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞതാണ്. എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താവുമെന്നറിയില്ല. എന്റെ ഉമ്മത്തിനെ കുറിച്ചുള്ള ആശങ്കയാൽ കരഞ്ഞു പോയതാണ്. വാർത്തയുമായി ജിബ്രീൽ റബ്ബിന്റെ അടുത്തേക്ക് പോവാണ്. റബ്ബ് ജിബ്രീലിനെ തിരിച്ചയക്കുന്നത് ഈ ഒരു മറുപടിയുമായിട്ടാണ്: നബിയെ, നിങ്ങളുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ, നിങ്ങളുടെ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ സന്തോഷിപ്പിച്ചിരിക്കുമെന്ന് റബ്ബ് നബി തങ്ങൾക്ക് വാക്കുകൊടുക്കാൻ. നമുക്ക് വേണ്ടി കരഞ്ഞ, ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട, നമ്മളെ ഇഷ്ടപ്പെട്ട, എന്നെ ഇഷ്ടപ്പെട്ട ഒരു നേതാവ് നമുക്കുണ്ടായിരുന്നു. മരണവേദന പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ഭൂമിയിലെ അവസാന നിമിഷങ്ങളാണ്, പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള അവസാന സമയങ്ങളാണ്. മലക്കുൽ മൗത്ത് സമീപത്തുണ്ട്. ആ സമയത്തും മലക്കുൽ മൗത്തിനോടുള്ള, അസ്രാഈലിനോടുള്ള റസൂലിന്റെ പരാതി, റസൂലിന് ഇങ്ങനെ മരണവേദന വലയം ചെയ്തിട്ടുണ്ട്. റസൂലിന്റെ പരാതി: മരണവേദന എനിക്ക് ഇത്രമേൽ പ്രയാസാണെങ്കിൽ എന്റെ ഉമ്മത്തിന് എത്ര കഠിനായിരിക്കും മരണവേദന. മരണത്തിന്റെ സമയത്ത് പോലും നമ്മളെ കുറിച്ച് ആലോചിച്ച, സമാനതകളില്ലാതെ നമ്മളെ സ്നേഹിച്ച നമ്മുടെ നേതാവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വരികളൊന്ന് കേട്ടോക്കി. ശഫാഅത്തൻ നബി മരണ സമയ